ഓണാഘോഷങ്ങൾക്ക് മുന്നോടിയായി തീരസുരക്ഷ ഉറപ്പാക്കാനും കടൽ വഴിയുള്ള മദ്യമയക്കുമരുന്ന് കടത്ത് തടയാനുമായി എക്സൈസ് തീരസുരക്ഷാ വകുപ്പുകളുടെ നേതൃത്വത്തിൽ സംയുക്ത പരിശോധന നടത്തി. വാടാനപ്പള്ളി എക്സൈസ് സർക്കിൾ ഓഫീസ്, ചാവക്കാട് എക്സൈസ് റേഞ്ച് ഓഫീസ്, ഫിഷറീസ് സ്റ്റേഷൻ അഴീക്കോട്, മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ്, മുനക്കക്കടവ് തീരദേശ പോലീസ് എന്നീ സർക്കാർ വകുപ്പുകളുടെ നേതൃത്വത്തിലാണ് കടലിൽ സംയുക്ത പരിശോധന നടത്തിയത്. ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ MF പോൾ, FEO അശ്വിൻ രാജ്, എക്സൈസ് ഇൻസ്പെക്ടർമാരായ ഹരികുമാർ CH, പ്രവീൺ PM, മുനക്കക്കടവ് കോസ്റ്റൽ ഇൻസ്പെക്ടർ പ്രേംലാൽ എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് രൂപീകരിച്ച പ്രത്യേക സംഘം ഓണാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ തീരദേശം കേന്ദ്രീകരിച്ച് വ്യാജമദ്യവും സ്പിരിറ്റും കഞ്ചാവും എത്താൻ സാധ്യതയുണ്ടെന്ന സൂചനയെ തുടർന്നാണ് പരിശോധനയും പട്രോളിംഗും നടത്തിയത്. കരയിൽ നിന്ന് 12 നോട്ടിക്കൽ മൈൽ ദൂരത്തിൽ കടലിലുള്ള എല്ലാ മത്സ്യബന്ധനയാനങ്ങളും സംഘം പരിശോധിച്ചു. എടമുട്ടം മുതൽ കപ്രിക്കാട് വരെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കടലിൽ പോയ മത്സ്യബന്ധന ബോട്ടുകളാണ് പ്രധാനമായും പരിശോധിച്ചത്. ഗോവ, മംഗലാപുരം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് കടൽമാർഗം മദ്യവും സ്പിരിറ്റും എത്താറുണ്ട്. ഇങ്ങനെ കടൽ വഴിയെത്തുന്ന മദ്യം നേരത്തെ അധികൃതർ പിടികൂടിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് പരിശോധന. കരയിൽ നിന്ന് 12 നോട്ടിക്കൽ മൈലിനുള്ളിൽ കണ്ട ബോട്ടുകളും അഴിമുഖം വഴി കടലിൽ നിന്നു കയറി വന്ന ബോട്ടുകളുമാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. ചാവക്കാട് എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ജോസഫ് PL, പ്രിവന്റീവ് ഓഫീസർമാരായ ബാഷ്പജൻ, സുനിൽ TR, ഫൽഗുണൻ, മറൈൻ എൻഫോഴ്സ്മെന്റ് വിംഗ് ആൻഡ് വിജിലൻസ് വിഭാഗം ഓഫീസർമാരായ പ്രശാന്ത് കുമാർ VN, ഷൈബു VM, മുനക്കക്കടവ് കോസ്റ്റൽ SI റെമിൻ, SI ലോഫിരാജ് KR, CPO നിബിൻ, സീ റെസ്ക്യൂ ഗാർഡ്മാരായ ഫസൽ, ഷിഹാബ് എന്നിവർ നേതൃത്വം നൽകി. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ സീ റെസ്ക്യൂ ബോട്ട് ഉപയോഗപ്പെടുത്തിയായിരുന്നു പരിശോധന. വരും ദിവസങ്ങളിലും റെയ്ഡ് തുടരുമെന്ന് സംയുക്ത പട്രോളിംഗ് സംഘം അറിയിച്ചു. CCTV ന്യൂസ്, ചാവക്കാട്.